പക്ഷേ ഇപ്പോൾ ഇയാൾ വന്ന ഉടനെ നമ്മളിപ്പം മറ്റേ പറഞ്ഞ പോലെ എന്നേക്കാൾ വലിയ താരങ്ങളാണ് മറ്റു പലയിടത്തും നിന്നതും ജയിച്ചിട്ടുള്ളതും എല്ലാം. ഞാൻ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു സിനിമാക്കാരൻ എന്നുള്ളത് ഒരു കുറവായി കണക്കാക്കാൻ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 10-26 വർഷത്തെ അധ്വാനവും നമ്മളുടെ പേരും നമ്മളുടെ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നതുമായ എൻ്റെ കയ്യിലുള്ള ഒരു അസറ്റ് എൻ്റെ ഒരു ലയബിലിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ ശ്രമമായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ വോട്ടുള്ള ഒരാൾക്ക് ആ EVM മെഷീനിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇല്ല. ഇത് ഏറ്റവും സ്റ്റാർ മണ്ഡലമാണല്ലോ. ഇവരാണല്ലോ ഇതിനെതിരെ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്നത്, നമ്മളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിക്ക് ഈ EVM മെഷീനിലൂടെ വിരൽ പഠിച്ചാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ഒരു ചിഹ്നം തന്നെ ഇവിടെ ഇല്ല. 190 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു ഇന്ത്യ കോൺഗ്രസിനും 64 വർഷം കോൺഗ്രസ് ഭരിച്ചൊരു ഇന്ത്യ BJPക്കുമാണ് കിട്ടിയത്. ഈ രണ്ട് ഇന്ത്യകളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ടായിരുന്നു. 190 വർഷം ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുകയും 60 വർഷത്തിലധികം ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുകയാണ്. പുനർനിർമ്മിക്കപ്പെട്ടൊരു ഇന്ത്യയെ കൈ കിട്ടുന്നതും കൊള്ളയടിക്കപ്പെട്ടൊരു ഇന്ത്യയെ കൈ കിട്ടുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോ ഏജ് ഗ്രൂപ്പുകൾ, ഇവിടുത്തെ യുവാക്കൾക്കുള്ള സ്റ്റാർട്ടപ്പിൻ്റെ പരിപാടികൾ, വൃദ്ധരായ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, മധ്യവയസ്കർക്ക് വേണ്ട ലിസ്റ്റ് ടൈമിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പദ്ധതിയും പ്ലാനും തന്നെ എൻ്റെ കയ്യിലുണ്ട്. ആ മണ്ഡലത്തെ ജനങ്ങൾ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഏറ്റവും യുക്തിസഹമായ, ഏറ്റവും യുക്തിഭദ്രമായ കാര്യങ്ങൾ തീരുമാനിക്കും, വോട്ട് ചെയ്യും. പ്രചാരവേലകളിൽ, പ്രചരണ തന്ത്രങ്ങളിൽ, മോഹന വാഗ്ദാനങ്ങളിൽ, ഇല്ലാ കഥകളിൽ, വിവാദങ്ങൾക്കൊന്നും അവർ പിടികൊടുക്കില്ലെന്നും അവരേറ്റവും യുക്തിസഹമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോരാട്ടം ശക്തമാവുകയാണ്. അമൃത TVക്കൊപ്പം ഇപ്പോൾ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി ശ്രീ രമേശ് പിഷാരടിയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ ശ്രീ രമേശ് പിഷാരടിയുടെ പേര് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്ത സമയത്താണ് ഞാൻ കോൺഗ്രസ് ആണ് എന്ന പരസ്യ പ്രഖ്യാപനവുമായി താങ്കൾ രംഗത്ത് വന്നത്. അതോടൊപ്പം കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം മാത്രമേ ഭരണഘടനയ്ക്കും പ്രസക്തിയുള്ളൂ എന്ന രാഷ്ട്രീയ നിലപാട് കൂടി താങ്കൾ സ്വീകരിക്കുകയുണ്ടായി. കോൺഗ്രസ് ഇപ്പോൾ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന, അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന പാലക്കാട്ടേക്ക് താങ്കളെ നിയോഗിച്ചിരിക്കുമ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എന്താണ് തോന്നുന്നത്? ഇത് ഒരു ഓൾ ഇന്ത്യ തലത്തിൽ പ്രസക്തിയുള്ള നിയോജക മണ്ഡലമായിട്ട് മാറിക്കഴിഞ്ഞു. അത്രയും ശ്രദ്ധ കേരളത്തിലാണെങ്കിൽ നിയോജക മണ്ഡലം ഒരു സ്റ്റാർ മണ്ഡലമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ്. ഈ പറഞ്ഞതുപോലെ ഒരു സർവാധിപത്യം വരിക, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഭരണങ്ങൾ വരിക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും നല്ലതല്ല. അതിൽ ഒരു ഭരണകൂടങ്ങൾക്കെന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ പൊതു സ്വഭാവങ്ങൾ പല ഭരണകൂടങ്ങൾക്കും ഉണ്ടാവും, അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്കുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള സ്വഭാവത്തിൽ വരുന്നത് പോലെ സർവാധിപത്യം വരിക എന്ന് പറഞ്ഞാൽ ഏത് അധികാര കേന്ദ്രങ്ങളാണെങ്കിലും അത് ആ സർവാധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക എന്ന് ഞാൻ പറഞ്ഞതിന്, ഞാൻ ഇന്നലെ പറഞ്ഞതൊരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ഇവിടെ ഇപ്പം സമരങ്ങളെ കുറിച്ചുകൊണ്ട് സമരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു. ആളുകൾ ഈ നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കുക എന്നുള്ള പോലത്തെ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ മാറുന്നത് പതുക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതെല്ലാം കടന്നു കയറുന്നുണ്ട്, പല തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. അതൊരു ശരിയായ കാര്യമല്ല, തിരുത്തപ്പെടണം, ആരായാലും തിരുത്തപ്പെടണം. അപ്പോൾ നമ്മളൊരു പ്രതിപക്ഷമായിരിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു പാർട്ടി ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അതില്ലാതാകുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭരിക്കുന്നവർ ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഭരിക്കുന്നവരുടെ എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. അവരാ എല്ലാ സിസ്റ്റങ്ങളും ഉപയോഗിച്ചുകൊണ്ടും അവരുടെ എല്ലാ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ എല്ലാ പ്രചാരവേലകൾ ഉപയോഗിച്ചുകൊണ്ടും എതിർ ശബ്ദം ഉയരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ, അതിന് ഞാൻ എതിർ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ വിമർശനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിലാണ് പറയുന്നത്. തന്നെ എല്ലാം എതിർക്കുന്നവർ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളെ എതിർത്താൽ വിമർശനങ്ങൾ ഇല്ലാതാകുകയും തിരുത്തലുകൾ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഏത് പ്രസ്ഥാനവും പതുക്കെ ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ജനാധിപത്യം പുലരണമെന്നും അതിനിവിടെ UDF കോൺഗ്രസ് ഉണ്ടായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ നിൽക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിന്നത്. വളരെ ശക്തമായി BJPക്കെതിരെയും അതുപോലെ തന്നെ CPMനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കളുടെ പ്രസംഗങ്ങളിൽ നർമ്മത്തിൽ ചാലിച്ച് തന്നെ വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അതിനിടയിലും
താങ്കളെ ഒരു ചാപ്പ കുത്താൻ ഒരു അരസംഖി എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരാറുണ്ട്. അത്തരം വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ആളുകളുടെ മുമ്പിൽ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന 10-26 വർഷം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ എൻ്റെ പുറത്തേക്ക് അങ്ങനെ വെറുതെ പെട്ടെന്ന് കയറി ഉണ്ടാകുന്ന ചാപ്പുകൾ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ വർത്തമാനകാല ഇന്ത്യയിൽ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്നതിൻ്റെ മേളിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ അങ്ങനെ നിൽക്കുമ്പം ഇയാൾ അരസംഖ്യയാണ്, ഇയാൾ അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് പറയുന്നത്. പൊതുവേ ഇവരുടെ എല്ലാം കയ്യിലുള്ള ഏറ്റവും പ്രധാന ആയുധം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വ്യക്തിത്വം, നമ്മുടെ ഒരു ഇമേജിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പറയുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും തോന്നുന്നൊരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. നേരത്തെ കോൺഗ്രസ് പ്രവേശനം വന്ന സമയത്ത് തന്നെ പൊതുവേ കലാകാരന്മാർ, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് നിൽക്കുന്നവർ, അവരുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. ഒരു സമദൂരം പലപ്പോഴും പുലർത്താറുണ്ട്. ഇനി ആ സമദൂരത്തു നിന്ന് മാറി അല്പം സ്നേഹദൂരം വരണമെങ്കിൽ അവിടെ അധികാരം ഉണ്ടാകണം. അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പല രീതിയിലുള്ള പരിഗണനകൾ കിട്ടുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസ് ആണ് എൻ്റെ ശരിദൂരം എന്ന് വിശ്വസിച്ച് താങ്കൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന, അതായത് അധികാരമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അന്ന് കൃത്യമായി ഓർത്തിരുന്നു. കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങോട്ട് പോവുക മാത്രമല്ല, എനിക്ക് പല ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നാലും ആ കഷ്ടനഷ്ടങ്ങളെക്കാൾ പ്രാധാന്യം ഇതിന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ വന്നത്. കലാകാരന്മാർ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തേക്കും അതുപോലെ തിരഞ്ഞെടുപ്പിലേക്കും വരുന്നത് ഒരു പുതിയ സംഗതിയല്ല. ഇപ്പം നമ്മുടെ മുന്നിൽ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ശ്രീ ഗണേഷ് കുമാറുണ്ട്, ശ്രീ സുരേഷ് ഗോപിയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മുൻകാലങ്ങളിൽ പലരും മത്സരിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളപ്പോഴും ശ്രീ തോമസ് ഐസക്കിനെ പോലുള്ളവർ താങ്കൾക്കെതിരെ അതിനിശ്ചിതമായി വിമർശനം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിന് ഉരുളയ്ക്കുപ്പേര് പോലെ താങ്കൾ മറുപടി നൽകുകയും ചെയ്തിരുന്നു. അതെല്ലായ്പ്പോഴും ഈ കോൺഗ്രസ് ചെയ്താൽ മാത്രമാണ്, UDF ചെയ്താൽ മാത്രമാണല്ലോ ഇവിടെ കുഴപ്പമുള്ളൂ. ഈ രണ്ട് പേരും ഒന്നിച്ച് ശ്രമിക്കുന്നത് ഇതിനെ ഇല്ലായ്മ ചെയ്യാനാണല്ലോ. ഈ കാര്യത്തിനെന്നല്ല, നിങ്ങൾ ഏത് കാര്യം പരിശോധിച്ചാലും അതൊരു UDF കാരൻ ചെയ്താൽ മാത്രമാണ് രണ്ട് ഭാഗത്തും ഇതൊരു തെറ്റെന്നുള്ളതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അവർക്ക് ശീലമില്ലാത്ത കാര്യമാണ്. ഇവരെല്ലാവരും ഒരു ഇടത് മനസ്സൊക്കെ കേരളത്തിലുള്ള പല ആളുകൾക്കുമുണ്ട്, ബഹുഭൂരിപക്ഷം ആളുകൾക്കുമുണ്ട്. അതൊരു ഇടത് മനസ്സാണ്, അതൊരു കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കലയിലുള്ള ആളുകൾ പലപ്പോഴും സ്വാഭാവികമായും കല ഒരു അത്തരത്തിലുള്ള ഭാവനയ്ക്ക് വലിയ സ്പേസുള്ളൊരു സ്ഥലമാണല്ലോ കല എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക്. അതിനകത്ത് എപ്പോഴും ഈ മനോഹരമായ പ്രദേശങ്ങൾ ഉണ്ടാക്കുക, ഒരു എസ്തെറ്റിക്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകും. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ലോകമുണ്ടല്ലോ. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ വെർച്വൽ വേൾഡും റിയൽ വേൾഡും എന്ന് പറയുന്ന പോലെയാണത്. നമ്മുടെ പ്രാക്ടിക്കലായ ഒരു ലോകത്തേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾ അത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഇതാവും. നിങ്ങൾ കാര്യം രാഷ്ട്രീയമൊന്നും വേണ്ടെന്നേ, 3 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം മേടിച്ച് വേറൊരാൾക്ക് കൊടുത്താൽ അവൻ കരയും. അവൻ അതിനു വേണ്ടി പറയും. മനുഷ്യൻ കുറച്ചൊക്കെ സെൽഫ് സെൻറ്റേർഡാണ് എല്ലാ കാലത്തും. അങ്ങനെയുള്ള സെൽഫ് സെൻറ്റേർഡായ ബൈ ബർത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യണം. അവരെ പ്രഷർ ചെയ്ത് ഒന്നാക്കുക എന്നുള്ളതല്ല. അവരുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് നമുക്ക് ഒന്നാക്കാൻ പറ്റുമായിരിക്കും, അല്ലാതെ പലപ്പോഴും ആശയപരമായിട്ട് ഒന്നാക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ ആളുകൾ ഒന്നിച്ച് 10-30,000 ആളുകൾ ഇരിക്കുന്ന സ്റ്റേജുകളിൽ കയറി ചെയ്തിട്ടുണ്ട്. ഒരു 26 വർഷമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ തന്നെയാണ്. അതിനകത്ത് എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്യേണ്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. കലാരംഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെ വിമർശനം അത് BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വരുമ്പോഴും താങ്കൾ പടവെട്ടി മുന്നോട്ട് വന്ന ഒരാളാണ്. ചില അഭിമുഖങ്ങളിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, അതുപോലെ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ പലരും ഈ വിമർശനവുമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴത്തെ സംവിധായകനും നടനുമായി ഈ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീ രമേശ് പിഷാരടിയാണ്. ആ കഷ്ടപ്പാടൊന്നും ആരും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ ഇൻ്റർവ്യൂകളിൽ ഭയങ്കര പഴയകാല കഷ്ടപ്പാടുകൾ വിളിച്ച് പറയുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ആ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതും കൂടെ കൂടിയതാണ്. ആ കഷ്ടപ്പാടുകളുടെ റിസൾട്ടാണ്, ആ കഷ്ടപ്പാടുകളുടെ പെൻഷനാണ് ഇപ്പോഴത്തെ നല്ല ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പെൻഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ശമ്പളത്തിനേക്കാൾ കുറവായിട്ട് കിട്ടുന്ന പോലെ തോന്നുന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല, എൻ്റെ ആ കാലഘട്ടത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അന്ന് അനിവാര്യമായിരുന്നു. അന്ന് ഞാൻ അത്രേ ഉള്ളൂ.
അന്ന് ബസ് സ്റ്റാൻഡിൽ കിടക്കണം. രാത്രി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു സ്റ്റാൻഡിലെത്തിയാൽ 1 മണിക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ രാവിലെ 6 മണിക്ക് വീട്ടിലോട്ട് ബസ്സുള്ളെങ്കിൽ നമ്മുടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അന്ന് അതൊന്നും ഞാൻ വലിയ കഷ്ടപ്പാടായിട്ട് കണ്ടിരുന്നില്ല. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ഇറങ്ങി പുറപ്പെട്ടൊരു കാര്യം ചെയ്ത് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായി അതൊക്കെ വളരെ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ സൗകര്യത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അന്ന് വേണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ മാത്രമല്ലെന്നേ, ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെ വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ വന്ന ഉടനെ ഇവൻ മറ്റേ പറഞ്ഞ പോലെ എന്നേക്കാൾ വലിയ താരങ്ങളാണ് മറ്റു പലയിടത്തും നിന്നതും ജയിച്ചിട്ടുള്ളതും എല്ലാം. ഞാൻ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് എന്നെ ഒരു സിനിമാക്കാരൻ എന്നുള്ളത് ഒരു കുറവായി കണക്കാക്കാൻ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 10-26 വർഷത്തെ അധ്വാനവും നമ്മളുടെ പേരും നമ്മളുടെ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നതുമായ എൻ്റെ കയ്യിലുള്ളൊരു അസറ്റ് എൻ്റെ ഒരു ലയബിലിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ ശ്രമമായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവൻ സിനിമാക്കാരനല്ലേ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയരുത്. അങ്ങനെ ഞാനൊരു സിനിമാക്കാരനല്ലേ എന്ന് മാത്രം പറയരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ വോട്ടർമാരെ നോക്കൂ, അവർ പല പണിയുന്നവരാണ്. അവർക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളില്ലേ, അവർക്ക് രാഷ്ട്രീയമായ ചിന്തകളും പക്വതയും രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകളും തീരുമാനമെടുക്കാനുള്ള ശേഷി ഇവിടെയുള്ള ഓരോ സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി നമുക്ക് പറയാൻ പറ്റുമോ? അവന് രാഷ്ട്രീയ ബോധമില്ല, അവൻ സ്ഥാനാർത്ഥിയാകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവന് രാഷ്ട്രീയ ബോധമില്ല, വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന പോലെയാണത്. രാഷ്ട്രീയ ബോധങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കതിൻ്റെ ആവശ്യങ്ങൾ വന്നിട്ടില്ല പ്രകടമായിട്ട് കാണിക്കേണ്ടത്. ഇന്നൊരു ഉത്തരവാദിത്വം വരികയും ഞാൻ ആ വേഷം ഇടുകയും ചെയ്യുമ്പോഴാണ് എനിക്കിത് പറയേണ്ട ആവശ്യകത വന്നിട്ടുള്ളൂ. എനിക്ക് മൈക്ക് പോലും എന്നോട് ഞാനിത് പ്രഖ്യാപിക്കുന്നവരെ എത്രയോ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ ഒരു തമാശ പറയുമോ, എങ്ങനെയാണ് കലയിൽ വന്നത്, സിനിമയിൽ എന്താണെന്നുള്ള ചോദ്യങ്ങളെ എനിക്കിതുവരെ വരുള്ളായിരുന്നു. ഇപ്പോൾ ആ ചോദ്യങ്ങൾ കുറവാണ്. നിങ്ങൾ ചോദിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം തരുന്നത്. അപ്പം ആരോപണമൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന, ഞാൻ സിനിമാക്കാരനാണ്, അതെൻ്റെ തൊഴിലാണ്, ഞാനിപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രീയത്തിലാണ്, അതിപ്പോൾ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ ജനങ്ങൾക്കറിയാം. കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സജീവമായ രാഷ്ട്രീയ മേഖലയിലേക്ക്, അതായത് ഇപ്പോഴുള്ള പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി ജനങ്ങൾക്കിടയിലേക്ക് ഒരു MLA എന്ന രീതിയിലേക്ക് മാറുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കണ്ടിരുന്നു. അത് ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ആണ്, ഉറപ്പായിട്ട് അത് ചെയ്യണമെന്നേ. അല്ലെങ്കിൽ ഞാനിതിന് വരരുത്. ഞാനിതിന് വരുന്നുണ്ടെങ്കിൽ ഞാനിത് പൂർണ്ണമായിട്ടും ഇതിലേട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണത്. ഞാനത് ചോദിക്കാൻ കാരണം ശ്രീ ഗണേഷ് കുമാറും ശ്രീ സുരേഷ് ഗോപിയൊക്കെ ഈ രണ്ട് മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുകൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും കുറയ്ക്കുന്നുണ്ട്. നാളുകളിൽ ഇപ്പം എനിക്ക് വളരെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാവുന്നൊരു സ്ഥലം വരെ ഞാൻ ഓടിയെത്തി നിൽക്കുകയാണ് അവിടെ. ഇവിടെ ഒരു കാര്യത്തിന്, ഒരു സഹായത്തിന്, മറ്റൊരു ആവശ്യത്തിന് ഞാനൊരിടം വരെ ഒന്ന് പോയാൽ, ഞാനൊരു കുഞ്ഞു കാര്യം ചെയ്താൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഇവിടെ ഒരാൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരത്തിലുള്ള ചിന്തകൾ എനിക്കില്ല. പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ടെ രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു ചർച്ചയുള്ളത്. അതായത് ഡീൽ വിവാദം. കോൺഗ്രസിനെതിരെ CPM-ഉം BJP-യും ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പിന്നീട് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഒക്കെ വളരെ ഗൗരവമായി ഉന്നയിക്കുകയുണ്ടായി. അതിനെ ചൊല്ലിയുള്ള വളരെ സജീവമായ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിനോടുള്ള പ്രതികരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ നിങ്ങൾ ഇടതുപക്ഷങ്ങളുടെ ഹാൻഡിലിൽ നിന്നും ഞാനൊരു സിനിമാ നടനാണെന്ന് പറഞ്ഞത് മുതൽ എന്നെ പല പേരുകൾ വിളിച്ചതുൾപ്പെടെ എന്നെ ആരോപിക്കുന്നതിൻ്റെ 4-1 വേണ്ട, എത്രയിലെങ്കിലും 1% നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മറ്റ് NDA സ്ഥാനാർത്ഥികളെ പറ്റി ഇടതുപക്ഷക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കാണാത്തതായിരിക്കും. പക്ഷേ എന്നെ ഈ മണ്ഡലത്തിൽ പ്രതിയാക്കിയത്രയും അല്ലെങ്കിൽ എൻ്റെ കൂടുതലുകളെ കുറവുകളായി പറഞ്ഞത്രയും ഒന്നും ഇത് പറഞ്ഞത് കേട്ടിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ വോട്ടുള്ള ഒരാൾക്ക് ആ EVM മെഷീനിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇല്ല. ഇത് ഏറ്റവും സ്റ്റാർ മണ്ഡലമാണല്ലോ. ഇവരാണല്ലോ ഇതിനെതിരെ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്നത്. നമ്മളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിക്ക് ഈ EVM മെഷീനിലൂടെ വിരൽ പഠിച്ചാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ഒരു ചിഹ്നം തന്നെ ഇവിടെ ഇല്ല. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. പൊതുവെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല, കുറേ കാലമായി സമീപകാലത്തായി കാണുന്നൊരു പ്രവണത, വികസനം അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറില്ല. ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങളാണ് ചർച്ചയിലേക്ക് വരിക. അതായത് ആരൊക്കെയോ ചേർന്നൊരു അജണ്ട സൃഷ്ടിക്കുന്നു, ആ അജണ്ടയുടെ പിന്നാലെ പിന്നീട് കാര്യങ്ങൾ പോകുന്നൊരു ഘട്ടത്തിലേക്കാണ് പോവുക.
എന്താണ് അത്തരമൊരു ശൈലിയെക്കുറിച്ചുള്ള അഭിപ്രായം? മറിച്ചൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ ഈ മണ്ഡലത്തിലെങ്കിലും ശ്രീ രമേശ് പിഷാരടി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആളുകളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനൊക്കെ വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കും എന്നുള്ളത്. ഈ വികസനം എന്ന് പറയുന്നത് നമ്മുടെ കടമയാണെന്നേ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ ഏതെങ്കിലും കാലത്ത് അങ്ങനെ വികസനമില്ലാത്തൊരു ഭരണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 190 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു ഇന്ത്യ കോൺഗ്രസിനും 64 വർഷം കോൺഗ്രസ് ഭരിച്ചൊരു ഇന്ത്യ BJPക്കുമാണ് കിട്ടിയത്. ഈ രണ്ട് ഇന്ത്യകളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ടായിരുന്നു. 190 വർഷം ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുകയും 60 വർഷത്തിലധികം ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുകയാണ്. പുനർനിർമ്മിക്കപ്പെട്ടൊരു ഇന്ത്യയെ കൈ കിട്ടുന്നതും കൊള്ളയടിക്കപ്പെട്ടൊരു ഇന്ത്യയെ കൈ കിട്ടുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വികസനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. നമ്മുടെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇവിടെ വരുന്ന വിവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് എല്ലാവരും വിവാദം പറയുന്നു എന്ന് പറയുന്ന ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആളുകൾ പോലും ഇവിടെ ഗ്യാസിന് വലിയ ക്ഷാമമുണ്ട്. ഞാൻ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ പല ഹോട്ടലുകളിലും ഭക്ഷണമില്ല, കാര്യങ്ങളില്ല. ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് ഇനി വിവാദ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഞങ്ങൾ വിവാദം പറയുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഇവിടെയുള്ള ഏറ്റവും വാർഡ് മെമ്പറുടെ കാര്യങ്ങൾ വരെ എടുത്തു വെച്ചുകൊണ്ട് പ്രത്യാരോപണങ്ങൾ നടത്തിയ ശേഷം ഞങ്ങൾക്ക് വിവാദ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഞങ്ങൾ വികസനം ചർച്ച ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു പൊള്ളത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്താണ് വികസനം പറഞ്ഞ ഏത് വികസനമാണ് നമുക്ക് കിട്ടിയത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പ്രചാരവേലകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നതല്ലാതെ ഒന്നുമില്ല. നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയും, വിവാദം വേണ്ടാന്ന് പറഞ്ഞ് എത്ര പ്രസംഗിച്ചാലും ഒരു കറങ്ങിത്തിരിഞ്ഞ് ഈ സ്ഥലത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഒരു വ്യക്തി, പാർട്ടിയിലെ ഒരു വ്യക്തിമേലോട്ട് ഇവർ ഫോക്കസ് ചെയ്യുകയാണ്. പൊതുജനം എന്ന് പറയുന്ന ആൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. അവരുടെ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ വലിയ ആൾക്കാരാണ്, ലോകം മുഴുവൻ ബന്ധമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ചെയ്തിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, ചെയ്തിട്ടില്ല എന്നുണ്ട്, പറഞ്ഞിട്ടില്ലല്ലോ അതിനെപ്പറ്റി, ശ്രമിക്കാമെന്ന് പോലും പറയുന്നില്ലല്ലോ അല്ലേ. അവർ പോലും വന്ന് ഈ വിവാദങ്ങളിൽ ഇടപെടുകയും അത് പറയുകയും ചെയ്ത ശേഷം അത് ഈ വിവാദ രാഷ്ട്രീയം ഇനി വേണ്ട എന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് വലിയ യുക്തിയൊന്നും തോന്നുന്നില്ല. പാലക്കാട്ടെ വികസനവുമായി ബന്ധപ്പെട്ട് UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ രമേശ് പിഷാരടിയും UDFും മുന്നോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാട് എന്താണ്? അതായത് ഇനി ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് അതൊരു ഒരു വൺ വേർഡ് ആൻസറോ ഒരു 2 മിനിറ്റിൽ പറയാവുന്ന ഒരു ആൻസറോ ഉള്ളൊരു കാര്യമല്ല. എങ്കിലും ഞാൻ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സെപ്പറേറ്റ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ആവശ്യങ്ങൾ ആളുകളുടേത് പലതരത്തിൽപ്പെട്ട ആവശ്യങ്ങളാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾക്കിവിടെ ആവശ്യമായ ചില ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പാലങ്ങളോ അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റുകളോ കുളം കെട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് എടുത്തു പറയേണ്ട, അത് ചെയ്തിരിക്കും. അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് ഓരോ ഏജ് ഗ്രൂപ്പുകൾ, ഇവിടുത്തെ യുവാക്കൾക്കുള്ള സ്റ്റാർട്ടപ്പിൻ്റെ പരിപാടികൾ, വൃദ്ധരായ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, മധ്യവയസ്കർക്ക് വേണ്ട ലിസ്റ്റ് ടൈമിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പദ്ധതിയും പ്ലാനും തന്നെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നടപ്പാക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി, അതായത് സ്വന്തം സ്ഥലമാണ് പാലക്കാട്, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. പാലക്കാട്ടെ ജനങ്ങളോട്, നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണ് പറയാൻ? പാലക്കാടിനെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും നിങ്ങൾ നേരത്തെ ഈ 2 സ്ഥലങ്ങളിലും ഭരണമില്ലാത്തപ്പോൾ ഞാൻ UDFൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞതുപോലെ നിന്നൊരു മണ്ഡലവും നിന്നൊരു ജനങ്ങളുമാണിത്. അതിന് മേളിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കറക്ഷൻ്റെ ഭാഗമാകാൻ വേറെ പല മണ്ഡലങ്ങളിൽ നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ നിന്നിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ മണ്ഡലം. ആ മണ്ഡലത്തെ ജനങ്ങൾ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഏറ്റവും യുക്തിസഹമായ, ഏറ്റവും യുക്തിഭദ്രമായ കാര്യങ്ങൾ തീരുമാനിക്കും, വോട്ട് ചെയ്യും. പ്രചാരവേലകളിൽ, പ്രചരണ തന്ത്രങ്ങളിൽ, മോഹന വാഗ്ദാനങ്ങളിൽ, ഇല്ലാ കഥകളിൽ, വിവാദങ്ങൾക്കൊന്നും അവർ പിടികൊടുക്കില്ലെന്നും അവരേറ്റവും യുക്തിസഹമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ രമേശ് പിഷാരടി. എല്ലാവിധ ആശംസകളും. വളരെ തിരിച്ചു.